ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. 1/2 ലിറ്റർ പാലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ അത് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ അടിപൊളി പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് നമുക്കൊരു കടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ മൈദ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാൽപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ടയൊന്നും കൂടാതെ കിട്ടും. അപ്പോൾ കട്ടയൊന്നും കൂടാതെ നല്ല സ്മൂത്തായിട്ട് നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഞാനൊരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഷുഗർ സിറപ്പിനൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ മാംഗോ മിക്സ് 2 ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ യെല്ലോ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് എസൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയൊക്കെ ചേർത്താലും മതി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ ഇത് നല്ല പോലെ തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഹാൻഡ് മിക്സ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ആക്കി എടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് തന്നെ വേണമെന്നില്ല, നമുക്കിതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടറും ചേർക്കാം. ഞാനിപ്പോൾ നെയ്യ് ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നല്ല തിക്കായിട്ടുണ്ട്. ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് റസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നും വേണ്ടി വരില്ല, നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചാണ് നമുക്ക് റസ്ക് വേണ്ടത്. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിനനുസരിച്ചായിരിക്കും കേട്ടോ നമുക്ക് റസ്ക് വേണ്ടി വരിക. ഞാനിപ്പോൾ ഒരു കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റസ്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ കേക്ക് ടീനിൻ്റെ അളവിൽ റസ്ക് ഒന്ന് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് റസ്ക് ഒന്ന് പൊട്ടിച്ചിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അരികിലൊക്കെ വെച്ച് കൊടുത്താലും മതി. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഒരു ഇളം ചൂടുണ്ടായിരിക്കണം കേട്ടോ. നല്ല ചൂടോട് കൂടി ഒഴിക്കരുത്, അതുപോലെ തണുത്തതും ഒഴിക്കരുത്. ഇളം ചൂടോട് കൂടി വേണം നമ്മൾ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം തേച്ച് കൊടുക്കണം. അപ്പോൾ ക്രീം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ റസ്കിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചത് കാരണം ഈ റസ്ക് നല്ല സോഫ്റ്റായിട്ട് നിൽക്കും കേട്ടോ. റസ്ക് ആണെന്ന് ഒരു വിധത്തിലും നമുക്ക് തോന്നില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ലെയർ റസ്കും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 ലെയറായിട്ടാണ് കേട്ടോ ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അരികിലൊക്കെ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റസ്ക് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഈ റസ്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ഈ റസ്ക് നല്ല പോലെ കുതിർന്നിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ റസ്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ പുഡിങ് എന്നൊന്നും ആരും പറയില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പുഡിങ് ആയിരിക്കും നമ്മളിത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ക്രീമും കൂടെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുഡിങ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതാണിത്. അതും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ് കഴിക്കുമ്പോൾ നല്ലൊരു ക്രീമിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ലൊരു അടിപൊളി പുഡിങ് ആയിട്ട് കിട്ടും. അപ്പോൾ വിപ്പിംഗ് ക്രീം കൂടി ഇതിൻ്റെ മുകളിൽ നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പുഡിങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചതാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഇല്ലാതെ ഈ പുഡിങ് സെർവ് ചെയ്യാം കേട്ടോ. പക്ഷേ പുഡിങ് വിപ്പിംഗ് ക്രീം കൂടി വെച്ച് സെർവ് ചെയ്യുമ്പോൾ അതൊന്നും കൂടെ ഒരു ടേസ്റ്റാണ്. ഇനി നമുക്കൊരു അരമണിക്കൂറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പുഡിങ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ പുഡിങ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പുഡിങ്ങാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിയല്ലോ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു അടിപൊളി ടേസ്റ്റിലുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.